ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധിയും ഭാസ്കരനും തിരിച്ച് വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അപ്പോഴാണ് ഭാസ്കരൻ്റെ കയ്യിലെ കെട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നിധി വിവരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛൻ തടുത്തില്ലായിരുന്നെങ്കിൽ അച്ഛന് പകരം ഞാനായിരുന്നു ഹോസ്പിറ്റലാവുക. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ എന്താ റൗഡിയാണോ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂടെ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ സുഭാഷ് അത് വിടുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛൻ എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതും പറഞ്ഞ് ഭാസ്കരൻ്റെ കൈ പിടിക്കുകയാണ്, നോക്കട്ടെ എന്ന്. അപ്പോൾ ഭാസ്കരൻ കൈ എടുത്തിട്ട്, വിടടാ, അതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കുഴപ്പമില്ലാന്ന്, എന്തിനാടാ വെറുതെ കത്തിക്കുത്തേറ്റ് ചാവാൻ കിടക്കുന്നവരെ പരിചരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഐ ആം സ്ട്രോങ് മാൻ എന്നും പറഞ്ഞ് പോവാണ്. ഈ മുറിവൊക്കെ ഭാസ്കറിന് പുല്ലാടാ, നിസ്സാരെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നടന്നു പോകുന്നത്. സുഭാഷ് നേരെ നിധിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോഴാണ് വണ്ടി കയറിയത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, രാവിലെ പോകുന്ന വഴിക്ക് വണ്ടി തടഞ്ഞു കയറുമായിരുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, അച്ഛൻ ശല്യമൊന്നും ആയില്ലല്ലോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹേയ് ശല്യമൊന്നും ആയിട്ടില്ല, പാവം എൻ്റെ കൂടെ വന്നുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഉണ്ടായത്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ വന്ന് നന്നായി, അല്ലെങ്കിൽ പിന്നെ മോള് പെട്ടേനെ. അല്ല, കയ്യിൽ ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല മുറിവാണോ, ഹോസ്പിറ്റലിൽ പോയോ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ആ പോയി, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അച്ഛന് വേദന അറിയാത്തത്. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഉറപ്പല്ലേ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ തടുത്തോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഭാസ്കരനാണെങ്കിൽ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പാട്ട് പാടുകയാണ് കേട്ടോ. സിഗരറ്റ് വലിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു നിരാശകാരാണ് കേട്ടോ പാടുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അച്ഛൻ്റെ പാട്ട് കേട്ടപ്പോൾ സുധീഷ് ഒരു കളിയാക്കി ഇങ്ങോട്ട് പറയുന്നുണ്ട്, കത്തിക്കുത്തേറ്റാലും പാട്ടിന് കുറവൊന്നുമില്ല. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വിടടാ, വേദനിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ പറയാത്തായിരിക്കും പാവം. പിന്നെ കാണിക്കുന്നത് സുധീഷ് നിധിയോട് പറയാണ്, ഇനി നീ ഒറ്റയ്ക്ക് പോവുകയും ചെയ്യരുത്, പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ അവൾ തലയാട്ടിയിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാണ്. ഭാസ്കരൻ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഭാഷിനെയാണ്. സുഭാഷാണെങ്കിൽ ഭയങ്കര ഒരു മനോവിഷമത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം എന്താ, സുനന്ദേനെ ഓർത്തിട്ട് തന്നെയാണ്. സുഭാഷ് ഏട്ടന് ഇഷ്ടമാണല്ലോ സുനന്ദേനെ, പക്ഷെ അതാർക്കും അറിയില്ലെന്ന് മാത്രം. കഴിഞ്ഞു പോയ രംഗങ്ങളൊക്കെ ഓർക്കുകയാണ്. സുനന്ദ അവിടെ വന്നതും പ്രശ്നം ഉണ്ടായതും എല്ലാം ഓർത്തുകൊണ്ട് സങ്കടപ്പെടുകയാണ്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പാടുന്ന പാട്ടും കറക്റ്റ് സിറ്റുവേഷൻ്റെ മാച്ചാണ്. എൻ്റെ വിധി പോലെ ഞാൻ കഴിയും എന്നാണ്. അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ പാട്ട്. കാരണം സുഭാഷിൻ്റെ ലൈഫായിട്ട് നല്ല മാച്ച് ഉണ്ടല്ലോ ആ സോങ്ങിന്. പിന്നീട് കാണിക്കുന്നത് ഹാളിൽ നിതീഷും ഹരീഷും സുധീഷും നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ അത്? അവരെല്ലാവരും മറന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമ്മൾ മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സുഭാഷ് ഏട്ടൻ്റെ പേരിൽ, അപ്പോൾ ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് അയച്ചതൊക്കെ റിജക്റ്റ് ആയിപ്പോയി, പക്ഷേ ഇങ്ങോട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഖം തെളിയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ കുട്ടീൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് നിധിയുടെ ഫോണിൽ അലാറം അടിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്താ അടുത്ത് ഇപ്പോൾ ഒരു അലാറം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛന് 3 മണിക്കൂർ കൂടുമ്പം പെയിൻ കില്ലർ കൊടുക്കാനുണ്ട്, അപ്പോൾ ഞാൻ മറന്നു പോകും, അപ്പോൾ അതുകൊണ്ട് അലാറം വെച്ചതാണ്. അതും പറഞ്ഞ് നിധി മരുന്നെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര അഭിമാനം. അങ്ങനെ നിധി മരുന്നും വെള്ളമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ വീണ്ടും പാട്ട് തന്നെയാണ്. അങ്ങനെ അവൾ, അച്ഛ ഇതാ മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മരുന്നോ? എനിക്കോ? ഞാൻ സ്ട്രോങ് ആണ് മോളെ, എനിക്കൊന്നും വേണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല കത്തി അച്ഛൻ്റെ കയ്യിൽ നിന്നും ചോരനെയല്ല വന്നത് എല്ലാവരെയും പോലെയും, അപ്പോൾ ഇത് കഴിച്ചേ മതിയാവും. അപ്പോൾ ഭാസ്കരൻ ബെഡിൽ നിന്ന് എണീറ്റിട്ട് പറയുന്നുണ്ട്, നീ എന്താ ആളെ വരട്ടാണോന്നൊരു തമാശയോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇതുവരെ വരട്ടിയില്ല, ഇനി ഗുളിക കഴിക്കണമെങ്കിൽ വരട്ടണം എന്നാണെങ്കിൽ വരട്ടാം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ വേണ്ടായെന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങി കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും ശീലമില്ല മോളെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി ശീലമായിക്കോളും. ആ രംഗമൊക്കെ സുഭാഷ് മനസ്സ് നിറഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ മരുന്ന് കഴിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛൻ ഇനി കിടന്നോളൂ കേട്ടോ എന്ന്. അപ്പം അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പാട്ട് പാടാൻ. നിധി പിന്നെ ഒരു പുഞ്ചിരിയോട് കൂടി അച്ഛൻ്റെ പാട്ടും കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.